ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ് ലാൻഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ എന്നാൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അതുപോലെ തന്നെ പുട്ടിൻ്റെ കൂടെ, ദോശയുടെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ വളരെ ടേസ്റ്റി ആയിട്ട് നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു കറി. അപ്പോൾ ഈ ഒരു കറി നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് വലുതല്ല, കുറച്ച് ചെറുതായിട്ടുള്ള വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ വലിയ വഴുതനങ്ങയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് തന്നെ മതിയാവും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമുക്കിത് ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ നമ്മളിത് റൗണ്ടിലാണ് നമ്മളിത് അരിഞ്ഞെടുക്കാനായിട്ട് പോണത്. അതുപോലെ തന്നെ ഒരുപാട് മൂത്ത് പോയിട്ടുള്ളതായിട്ടുള്ള വഴുതനങ്ങ എടുക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഈ 2 വഴുതനങ്ങ ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 5 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കുകയാണ് വേണ്ടത്. വഴുതനങ്ങയ്ക്ക് ചെറിയൊരു കറയുണ്ട്, ആ ഒരു കറ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ വഴുതനങ്ങയുടെ ആ ഒരു കറി നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. ഇനി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അതിനൊരു 5-6 വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കട്ടോ. നല്ല ഫൈനായിട്ടുള്ള പേസ്റ്റ് ആക്കണമെന്നില്ല, ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് കിട്ടിയാൽ മതിയാവും കേട്ടോ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സവോളയാണ്. അപ്പോൾ അത്യാവശ്യം വലിയൊരു സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെ ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 എണ്ണമൊക്കെ എടുക്കുക കേട്ടോ. ഇനി ഇത് നമ്മൾ ഇതേപോലെ ഒന്ന് പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരുപാട് ചെറിയ പീസൊന്നും ആക്കിയിടണ്ട, ഇതേപോലെ നടുക്കൊന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണ്ട, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തെരുതെരിപ്പായിട്ടുള്ള രീതിയിലാണ് നമുക്കിത് കിട്ടേണ്ടത്. ഇനി ഇപ്പോൾ നമ്മുടെ ഈ ഒരു വഴുതനങ്ങയിലുള്ള ആ ഒരു കറിയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് 2 പ്രാവശ്യം ഒന്ന് വാഷ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്. അപ്പോൾ ഒരുപാടൊന്നും ചേർക്കേണ്ട, വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതിയാവും. ഇനി നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഒരു മുളക് പൊടി ഉപ്പൊക്കെ അതിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സമയം നമ്മളിത് ഇങ്ങനെ മാറ്റി വെക്കേണ്ട കാര്യമില്ല. ഇതിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് പിടിച്ച് കിട്ടി കഴിഞ്ഞാൽ നമുക്കിത് ഉടനെ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ വേറൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ നമ്മൾ തയ്യാറാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം ഓയിലൊന്നും തന്നെ യൂസ് ചെയ്യേണ്ടി വരില്ല. മാത്രമല്ല ഇതിങ്ങനെ കുഴഞ്ഞു പോയി ഇത് ഒട്ടിപ്പിടിക്കുന്ന രീതിയിലൊന്നും ആവില്ല കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കിട്ടും. ഇപ്പോൾ 2 സൈഡും ഈ ഒരു രീതിയിലാവുമ്പോൾ നമുക്ക് പാനിൽ നിന്ന് വാങ്ങി മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് നേരം ഇട്ടിട്ട് നമ്മളിതിങ്ങനെ ഫ്രൈ ചെയ്ത് വേവിച്ചെടുക്കേണ്ട, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുന്നതാണ്. ഇനി ബാക്കിയുള്ളത് കൂടി നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ 2 വഴുതനങ്ങയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതേ പാനിലേക്ക് തന്നെ കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഓയിൽ ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഉലുവ പൊട്ടിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ അത് ഒന്ന് പൊട്ടിയിട്ട് നല്ലൊരു കളറൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ ആ ഒരു പച്ച കുത്തലൊന്ന് മാറുന്നത് വരെ മാത്രം നമുക്കൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു സവോള നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ സവോള ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ സവോളയുടെയൊക്കെ ആ ഒരു പച്ച കുത്തലൊക്കെ ഒന്ന് മാറിയിട്ട് നന്നായിട്ട് വാടി ഒക്കെ കിട്ടണം. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഞാനിതിലേക്ക് എടുക്കുന്നത് പച്ചമുളകാണ്. അപ്പോൾ ഒരു 3-4 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളകൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 എണ്ണമൊക്കെ തന്നെ മതിയാവും കേട്ടോ. ഇനി ഇതുകൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ പച്ചമുളകിൻ്റെയൊക്കെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടണം കേട്ടോ. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. 1 തണ്ട് കറിവേപ്പില ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഒന്ന് ഇരുന്നിട്ട് നന്നായിട്ടൊന്ന് ചുരുങ്ങി ജസ്റ്റ് ഒന്ന് കളറ് മാറിയിട്ട് വരണം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഈ ഒരു തക്കാളി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതാണ്, അതുകൊണ്ടാണ് 3 എടുത്തിരിക്കുന്നത്. ഇപ്പോൾ വലിയ തക്കാളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 2 എണ്ണമൊക്കെ തന്നെ മതിയാവും. അതുപോലെ തന്നെ
തന്നെ നാടൻ തക്കാളിയൊക്കെ എടുക്കുമ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ല ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് മുറിച്ചെടുത്തതിന് ശേഷം കുറച്ചുകൂടി ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പ്യൂരിയായിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഇവിടെ ഇരുന്നിട്ട് നല്ലപോലെ വഴന്ന് ഒരു നല്ലൊരു സ്മെല്ലൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ആ ഒരു സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു തക്കാളിയുടെ ആ ഒരു ജ്യൂസ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ആ തക്കാളിയിലുള്ള ആ ഒരു വെള്ളമൊക്കെ തന്നെ നന്നായിട്ട് ചുരുങ്ങി ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത് വരെ നമ്മളൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് റെഡിയാക്കി എടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ വാടി അതിലുള്ള ആ ഒരു വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തിന് ആ ഒരു പച്ചക്കുത്തലൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമ്മൾ 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ അളവിൽ നമുക്ക് മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഈ ഒരു പൊടികളുടെയൊക്കെ ആ ഒരു പച്ചക്കുത്തൽ മാറുന്നത് വരെ നമ്മളൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക, നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ പൊടികളൊക്കെ കരിഞ്ഞു പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി മൂടി വെച്ചതിന് ശേഷം എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നന്നായിട്ട് തന്നെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു ഇതിൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള പുളി നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വേണം നമ്മൾ പുളി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ട് തിളച്ച വെള്ളമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചവെള്ളം ഒഴിക്കുന്നതിനേക്കാട്ടിലും നല്ലത് കറി പെട്ടെന്ന് റെഡിയായി കിട്ടാനാണ് എന്നുണ്ടെങ്കിലും കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാനാണ് എന്നുണ്ടെങ്കിലും നമ്മൾ ചൂടുവെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. ഇനി നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ സവാള വഴറ്റിയപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. കുറച്ചൊന്ന് ഗ്രേവി ഒന്ന് കുറുകി വരുന്നത് വരെ നമ്മൾ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു വഴുതനങ്ങയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി നമ്മൾ അധികം നേരം തിളപ്പിക്കാൻ പാടില്ല. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് നേരം കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് ആ ഒരു പുളിയൊക്കെ അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടത് കേട്ടോ. വഴുതനങ്ങയൊക്കെ ഒരുപാട് വെന്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആകെ കുഴഞ്ഞ പോലെയാവും. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ പച്ച വെളിച്ചെണ്ണ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 2 കറിവേപ്പിലേക്ക് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്നിട്ട് കുറച്ച് സമയം വെച്ചതിന് ശേഷം വേണം നമ്മൾ സെർവ് ചെയ്യാനായിട്ട്. കുറച്ച് സമയം ഇരിക്കുമ്പോഴേക്കും നമ്മുടെ ഒരു കറി കുറച്ചുകൂടി ഒന്ന് കുറുകി നല്ലൊരു ടേസ്റ്റിലേക്ക് വരാനായിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ ഈ ഒരു കറി വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഒട്ടുമിക്ക ബ്രേക്ക്ഫാസ്റ്റുകൾക്കും നല്ലൊരു സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇറച്ചി മീനൊന്നും ഇല്ലാത്ത സമയത്ത് ഈ ഒരു കറി തയ്യാറാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നന്നായിട്ട് ഭക്ഷണം കഴിച്ചോളും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.